Hi dears, welcome to Ashbi Creations. ഇന്ന് നമ്മൾ ജോർജറ്റിൻ്റെ ഫാബ്രിക്കിലാണ് ഇനി വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഫോക്സ് ജോർജറ്റിൻ്റെ ഫാബ്രിക്കാണ്. അതുപോലെ നമുക്ക് ഇതിൽ ആവശ്യമായിട്ടുള്ളത് നമുക്ക് സിൽക്ക് ത്രെഡാണ് വേണ്ടത്. സിൽക്ക് ത്രെഡ് ഇത് ഈ ഒരു 3 കളർ സിൽക്ക് ത്രെഡ് എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ചെറിയ പേൾസ് വേണം, വൈറ്റ് കളറിലെ പേൾസ്. അപ്പോൾ ഇത്രയും ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ പാറ്റേൺ വന്നിട്ട്. അപ്പോൾ ഇതൊരു റൗണ്ടിലാണ് ആദ്യം നമ്മൾ ഒന്ന് വരയ്ക്കുന്നത്. റൗണ്ട് വരച്ചതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ ഒരു റൗണ്ട് കൂടെ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ലൈനും സെക്കൻഡ് ലൈനും കൂടെ അതിനിടയ്ക്കായിട്ട് കുറേ ചെറിയ ചെറിയ റൗണ്ട്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഫ്ലവേഴ്സൊക്കെ വരാനാണ്. അപ്പോൾ ഈ ഒരു പിക്ചർ തന്നെ ഒന്നും കൂടെ താഴേക്ക് നമ്മൾ ചെയ്യുന്നുണ്ട്. അതായത് യോക്കിൻ്റെ ഭാഗത്തായിട്ട് 2 ഡിസൈനാണ് വരുന്നത്. സെയിം തന്നെ 2 ഡിസൈനായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ റൗണ്ടിൻ്റെ അവിടെ നമുക്ക് ബുള്ളിയൻ റോസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ സിൽക്ക് ത്രെഡ് എടുത്തിരിക്കുന്നത് 10 സ്റ്റാൻഡ്സിലാണ് എടുത്തിരിക്കുന്നത്. ഫസ്റ്റ് പെറ്റിൽ നമുക്കൊരു 5 ടൈംസ് നമുക്കൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് തൊട്ടപ്പുറത്തായിട്ട് ഒരു പെറ്റിലും കൂടെ ചെയ്ത് കൊടുക്കാം. അതും നമ്മൾ 5 ടൈംസ് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ അതിൻ്റെ ഏറ്റവും മുകളിലത്തെ ഭാഗത്ത് കുറച്ച് ഗ്യാപ്പ് കൊടുത്തിട്ട് ഏറ്റവും മുകളിലേക്ക് നീക്കി ഫസ്റ്റ് പെറ്റിൽ നമ്മൾ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സെക്കൻഡ് ബെറ്റിൽ ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ചെയ്തതിൻ്റെ സെൻറ്റർ ഭാഗത്തുകൂടി അടുത്തത് കൊണ്ടുവരിക. ഇങ്ങനെയാണ് ബുള്ളിയൻ റോസ് ചെയ്തു പോകുന്നത്. പിന്നെ അടുത്തത് ഇപ്പോൾ ചെയ്തതിൻ്റെ സെൻറ്റർ ഭാഗത്തൂടെ കൊണ്ടുവരിക. ഈ ഒരു ഡിസൈൻ നമ്മുടെ യോക്കിൻ്റെ ഭാഗത്തായിട്ടാണ് കേട്ടോ വരുന്നത്. നെക്കിൻ്റെ താഴെയായിട്ട് അത് ലെഫ്റ്റ് സൈഡിലാണ് നമ്മുടെ ഈ ഒരു ഡിസൈൻ നമുക്ക് വരുന്നത്. ലാസ്റ്റ് ബിറ്റിൽ ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്തതിൻ്റെ അവിടെ കുറച്ച് ഗ്യാപ്പ് കിടക്കുന്നില്ലേ, ആ ഒരു ഭാഗത്തൂടെ കൊണ്ടുവന്നിട്ട് നമുക്ക് ഇതുപോലെ ത്രെഡ് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്തിട്ട് ബിറ്റിലാക്കി എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യും. റോസ് ഫ്ലവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ലോക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട്, അതായത് ഒരു ഭാഗത്ത് റെഡ് കളർ ഫ്ലവർ ആണെങ്കിൽ അടുത്ത ഭാഗത്ത് ഒരു പീച്ച് ഷെയ്ഡ് ഞാൻ കാണിച്ചിരുന്നല്ലോ ത്രെഡ്, അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ അതിൻ്റെ ഇടയ്ക്കായിട്ടാണ് ലീഫ് ചെയ്യുന്നത്. ലീഫ് നമ്മൾ ചെയ്യുന്നത് ഡേസി സ്റ്റിച്ച് തന്നെ ചെയ്യുന്നത്. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡിസൈനാണ്. ഇതുപോലെയാണ് തൊട്ടടുത്ത ബാക്കിലേക്ക് നമുക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കാം. നമ്മൾ ലീഫ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യേണ്ടത് വെച്ചാൽ ലീഫിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ഇതുപോലൊരു പേരും കൂടെ വെച്ചൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഓരോ ഫ്ലവേഴ്സിൻ്റെ ഇടയ്ക്കായിട്ട് വേണം കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്ലുക്ക്. ഇതുപോലെ നമ്മുടെ ചെസ്റ്റിൻ്റെ ഭാഗത്തായിട്ട് ഇതുപോലെ
രണ്ട് ഡിസൈനായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്നും ഇഷ്ടമായെന്നും ഞാൻ കരുതുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.